നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഷവർമയ്ക്കായി നാം ഇത്രയധികം കാത്തു നിൽക്കുന്നതെന്ന്? ഇതിൻ്റെ കറങ്ങുന്ന ഓരോ വേഗതയ്ക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ പോരാട്ടമുണ്ട്. പടയാളികളുടെ വാളിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന മെഷീനുകളിലേക്ക് ഷവർമ എത്തിയത് എങ്ങനെയാണ്? ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അടുക്കളയിൽ ഒളിച്ചുവെച്ച ആ രഹസ്യം നമുക്കിന്ന് പുറത്തെടുക്കാം. 18ാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ ഓട്ടോമൻ പടയാളികൾ ഒരു പ്രത്യേക വിദ്യ ഉപയോഗിച്ചിരുന്നു. യുദ്ധത്തിനിടയിൽ അവർ തങ്ങളുടെ വാളുകളിൽ ഇറച്ചി കഷ്ണങ്ങൾ കോർത്ത് തീയിലിട്ട് വേവിക്കും. എന്നാൽ അന്ന് ഈ ഇറച്ചി തിരശ്ചീനമായാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ നെയ്യും കൊഴുപ്പും തീയിലേക്ക് ഉരുകി വീണ് നഷ്ടപ്പെടുമായിരുന്നു. ഇവിടെയാണ് 1867 ഇസ്കന്ദർ എഫൻഡി എന്ന മനുഷ്യൻ ചരിത്രം തിരുത്തിക്കുറിച്ചത്. അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ ഇറച്ചി തൂണിനെ കുത്തനെ നിർത്തിക്കൂടാ? അദ്ദേഹം അത് ചെയ്തു. ഇറച്ചി കുത്തനെ നിർത്തിയപ്പോൾ അതിലെ നെയ്യ് ഉരുകി താഴെ വീഴുന്നതിന് പകരം ഓരോ ഇറച്ചി കഷ്ണത്തിലൂടെയും ഒലിച്ചിറങ്ങി അതിന് കൂടുതൽ രുചി നൽകി. ലോകം ആദ്യമായി ഡോണർ കബാബ് എന്ന വിസ്മയം കണ്ടു. ഇതിൻ്റെ അറബിക് പതിപ്പാണ് നമ്മൾ ഇന്ന് കാണുന്ന ഷവർമ. പലർക്കും അറിയില്ല ഷവർമയ്ക്ക് മറ്റു ചില സഹോദരങ്ങൾ കൂടിയുണ്ടെന്ന്. തുർക്കിയിൽ ഇതിനെ ഡോണർ എന്ന് വിളിക്കുമ്പോൾ ഗ്രീസിൽ ഇതിനെ ഗേറോ എന്ന് വിളിക്കുന്നു. പണ്ട് മെക്സിക്കോയിലേക്ക് കുടിയേറിയ ലബനൻകാർ അവിടെ പോയി ഇതിനെ അൽപാസ്റ്റർ എന്നും വിളിച്ചു. പേര് എന്ത് തന്നെയായാലും അടിസ്ഥാനം ഒന്നു തന്നെ, ആ കറങ്ങുന്ന ഇറച്ചിത്തൂൺ. ഇന്ന് ഗൾഫ് നാടുകൾ കടന്ന് ഷവർമ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഭക്ഷണമായി മാറി. മയോണൈസും ചിക്കനും അച്ചാറുകളും ചേർന്ന് അതൊരു വികാരമായി മാറി. ഒരു വാളറ്റത്ത് തുടങ്ങിയ ഈ യാത്ര ഇന്ന് ലോകത്തെ മുഴുവൻ രുചി പിടിപ്പിച്ചിരിക്കുന്നു. അടുത്ത തവണ ഷവർമ കഴിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ കഴിക്കുന്ന വെറുമൊരു ഭക്ഷണമല്ല, നൂറ്റാണ്ടുകളുടെ നീണ്ട ഒരു ചരിത്രം കൂടിയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഷവർമ സ്പോട്ട് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യും.